ഹലോ, അസ്സാം വലൈക്കും. ഇന്നത്തെ എൻ്റെ റിച്ചസ് വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് സാധാ ചോറാണ്. ചോറ് അടുപ്പിൽ നിന്ന് ഇങ്ങനെ വെന്തുകൊണ്ടിരിക്കുകയാണ്. അതിലേക്ക് പച്ചക്കായ ഉപ്പേരി, ഇത് രണ്ടും അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. കായ നമ്മൾ അടച്ച് വെച്ച് വേവിക്കുകയാണ്. ഇത് വെന്തിട്ട് നമുക്ക് താളിച്ച് വയ്ക്കാം. അപ്പോഴേക്കും നമ്മൾ ചോറ് റെഡിയാവും. ഈ ചോറക്ക് ബീഫ് വരറ്റും നല്ല മോരുകറിയാണ് ഇന്നുണ്ടാക്കുന്നത്. അങ്ങനെ നമ്മൾ പച്ചക്കായ ഉപ്പേരി നന്നായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് താളിച്ച് വയ്ക്കണം. അതിന് കറിവേപ്പില, ചെറിയ ഉള്ളിയിലാണ് ഞാൻ ഉപ്പേരി താളിക്കുന്നത്. അപ്പോൾ ചെറിയ ഉള്ളി, വെളിച്ചെണ്ണ, കറിവേപ്പിലൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് താളിച്ച് വയ്ക്കാം. ഇനി നമ്മൾ ചോറിൻ്റെ ഒപ്പം ഉപ്പേരിയായി ഞാൻ അതിലേക്കുള്ള മോരുകറിയാണ്. മോരുകറി എങ്ങനെ ഉണ്ടാക്കുക നമുക്ക് നോക്കാം. അതിന് കുറച്ച് വെള്ളത്തിൽ ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് നല്ലോണം തിളപ്പിക്കാം. ഇത് തിളച്ച് വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് പുളിയുടെ വെള്ളമാണ് ഒഴിക്കേണ്ടത്. അതിന് ഞാൻ ഒഴിക്കാനുള്ള പുളി ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ അതിലേക്കുള്ള അരപ്പിനുള്ള സാധനം ചെറിയ ഉള്ളി, വെളുത്തുള്ളി, ചെറിയ ജീരകം, തേങ്ങ, ഇതൊക്കെ നന്നായിട്ട് കൂട്ടിയിട്ട് മിക്സിയിൽ നന്നായിട്ട് പേസ്റ്റ് മാതിരി അരച്ചെടുക്കുക. ഈ കറി കട്ടി കൂടാൻ വേണ്ടിയിട്ട് നമ്മൾ പൊടി കലക്കിയത്, അല്ലെങ്കിൽ അരി അരച്ചതോ അല്ലെങ്കിൽ അരിപ്പൊടി കുറച്ച് കലക്കിയിട്ടത് അരി അരച്ചതാണ്, അങ്ങനെ അതും കൂട്ടിയിട്ട് അതിക്കൊഴിക്കണം. അപ്പോൾ ഈ മോര് കറി കട്ടി ഉണ്ടാവുള്ളൂ. അപ്പം നമുക്കിതൊക്കെ എങ്ങനെ റെഡിയാക്കി എടുക്കാമെന്ന് നോക്കാം. അങ്ങനെ നമ്മൾ മഞ്ഞളും ഉപ്പും ഇട്ട വെള്ളം നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ പുളിവെള്ളം ഒഴിക്കാം. പുളി നന്നായിട്ട്, നല്ല പുളി വേണ്ടവർ അത്യാവശ്യം പുളി എടുക്കുക. എല്ലാവർക്കും പുളി നന്നായിട്ട് ഇഷ്ടമുണ്ടാവില്ല. അങ്ങനെ നമ്മളിതിലേക്ക് പുളിവെള്ളം ഒഴിച്ചു. ഇത് ഇങ്ങനെ നന്നായിട്ട് തിളച്ച് വരുന്ന സമയം നമ്മൾ ഇതിലേക്ക് അരി കലക്കിയത്, അല്ലെങ്കിൽ അരിപ്പൊടി കലക്കിയത്, അല്ലെങ്കിൽ അരി അരച്ചത് അതൊഴിക്കണത് ഈ കറി കട്ടി കൂടി വരാൻ. തേങ്ങ പാർന്നാൽ കട്ടി ഉണ്ടാവില്ല. അപ്പോൾ ഈ കറി കട്ടി കൂടി വരാനായിട്ടാണ് നമ്മൾ കുറച്ച് അരിപ്പൊടി അല്ലെങ്കിൽ അരി അരച്ചത് കുറച്ചൊഴിക്കും. നല്ല കട്ടി വന്നാൽ പിന്നെ തണുക്കണ ടൈമിൽ ഈ കറി നന്നായിട്ടൊന്ന് കുറുകി വരും. അപ്പോൾ നന്നായിട്ട് കട്ടിയുള്ള കറിയാവും. അപ്പോൾ അധികം അരിപ്പൊടി ഒഴിക്കരുത്. 1 കയ്യിലോ 1.5 കയ്യിലോ ഒക്കെ ഒഴിച്ചാൽ മതി. അധികം കറി ഉണ്ടാക്കുന്നവരാണെങ്കിൽ അതിനനുസരിച്ച് ഒഴിക്കണം. ഞാൻ കുറച്ച് കറി ആയതുകൊണ്ട് 1 കയ്യിലേ ഞാൻ ഒഴിക്കുന്നുള്ളൂ. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്ത് യോജിപ്പിക്കണം. അപ്പം തന്നെ ഇങ്ങനെ കറി കട്ടിയായിട്ട് വരുന്നുണ്ട്. അല്ലെങ്കിൽ ഇത് കട്ട കുത്തി നിൽക്കും. ഇത് നന്നായിട്ട് തിളച്ച് വരുന്ന സമയം നമ്മൾ ഇതിലേക്ക് അരച്ച് വെച്ച ചെറിയ ഉള്ളി, വെളുത്തുള്ളി, ചെറിയ ജീരകം, തേങ്ങ, ഇതൊക്കെ കൂട്ടി അരച്ച അരപ്പ് ഇതിലേക്ക് ഒഴിക്കാം. ഇത് നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. അപ്പം നമുക്ക് ഇതിലേക്ക് തേങ്ങ മിക്സ് ഒഴിച്ച് കൊടുക്കാം. കറിക്ക് മഞ്ഞ കളറ് നന്നായിട്ട് ആവശ്യമില്ലാത്തവരാണെങ്കിൽ കുറച്ച് മഞ്ഞൾ ഇട്ടാൽ മതി. എനിക്ക് മോരുകറിയിൽ നല്ല മഞ്ഞൾ വേണം. അതിനാൽ ഞാൻ നന്നായിട്ട് മഞ്ഞൾ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ആവശ്യത്തിന് ഞാൻ ഇഷ്ടം പോലെ ചേർക്കാവുന്നതാണ്. അങ്ങനെ തേങ്ങയൊക്കെ ഒഴിച്ചതിന് ശേഷം അതിൽ ഉപ്പുണ്ടോ എന്ന് നോക്കാം. ഉപ്പില്ലെങ്കിൽ പാകത്തിന് കുറച്ചും കൂടെ ഉപ്പിട്ട് കൊടുക്കാം. എന്നിട്ടിത് നന്നായിട്ട് തിളക്കണം എന്നില്ല. കാരണം തിളച്ച് വന്നാൽ കറി കട്ടില്ലാതെ വെള്ളം വിട്ട ഒരു കറി പോലെയാവും. അപ്പോൾ ഇത് തിളക്കണ ടൈമിൽ നമുക്ക് കറിവേപ്പില ഇട്ടിട്ട് തീ ഓഫ് ചെയ്ത് അടച്ച് വയ്ക്കാം. നന്നായിട്ട് അടച്ച് വയ്ക്കരുത്, കുറഞ്ഞ് തുറന്ന് വിടണം. കാരണം അതിൻ്റെ ആവി പോവാനായിട്ടുള്ളൊരു ഗ്യാപ്പ് വിടണം. തിളച്ച് വരുന്നുണ്ട്. അപ്പോൾ നമുക്കിതിലേക്ക് കറിവേപ്പില ചേർക്കാം. നന്നായിട്ട് കഴുകി വെച്ച കറിവേപ്പിലയാണ്. ഇതിങ്ങനെ ചേർത്ത് വെക്കാം. അപ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് ഇതിലേക്ക് ഇറങ്ങിക്കോളും.
ഇതാണ് നമ്മളെ ഇന്നത്തെ ചോറിലേക്കുള്ള മോര് കറി. ഇനി ഇതിലേക്ക് നമുക്ക് ബീഫ് വരട്ടാണ് വേണ്ടത്. അതെങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. അങ്ങനെ നമ്മൾ നന്നായി കഴുകി എടുത്ത ബീഫാണിത്. നല്ല കല്ലുപ്പൊക്കെ ഇട്ട് നന്നായിട്ട് കഴുകി എടുത്തതാണ്. ഇതിലേക്ക് നമുക്ക് വേണ്ട ചേരുവകൾ ചേർക്കാം. ബീഫ് വരട്ടണത് എങ്ങനെ നോക്കണത്. ഇത് 1 കിലോ ബീഫുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾ, ആവശ്യത്തിന് ഉപ്പ്, 2 ടീസ്പൂൺ മുളക് പൊടി, 2-3 സ്പൂൺ മല്ലിപ്പൊടി, പിന്നെ ഞാൻ കുറച്ച് ഉലുവ ചേർക്കുന്നുണ്ട്. ഉലുവ, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്. ഇഞ്ചി, വെളുത്ത ഉള്ളി, ചെറിയ ഉള്ളി ഇതൊക്കെ നന്നായി ചതച്ചെടുത്തതാണ്. ഇനി നല്ലോണം കൈ വെച്ച് നമുക്ക് നന്നായിട്ടിത് ഇളക്കി യോജിപ്പിക്കാം. നന്നായിട്ട് അടിമുകളൊക്കെ നല്ലോണം. ഇത് വലിയ വലിയ പീസ് കഷ്ണങ്ങളായിട്ടാണ് വെട്ടിയിട്ടുള്ളത്. ഇത് കടയിൽ നിന്ന് തന്നെ വെട്ടി വാങ്ങിയതാണ്. അതുകൊണ്ടാണ് ഇത് ഇത്ര വലിയ പീസായി കിടക്കുന്നത്. നമ്മൾ ഇന്ന് ബീഫ് റെഡിയാക്കുന്നത് വിറകടുപ്പിലാണ്. അപ്പോൾ നമ്മൾ കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് നല്ല കത്തി വരുന്ന അടുപ്പിലേക്ക് വെച്ചെടുക്കാം. ഇനി നന്നായിട്ട് അടുപ്പിൽ കിടന്ന് വേവട്ടെ. അങ്ങനെ നമ്മൾ ബീഫ് അടച്ച് വെച്ച് വേവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിലേക്ക് നമ്മൾ മസാലപ്പൊടികളും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് മാത്രമേ ചേർത്തിട്ടുള്ളൂ. ഇനി നല്ലോണം വെന്ത് വരുന്ന സമയം നമുക്കതിലേക്ക് തക്കാളി ആഡ് ചെയ്യാം. ഹലോ, നമ്മൾ ഇറച്ചി വേവാനായിട്ട് വെച്ചിരിക്കുന്നു. അതിലേക്ക് നമുക്ക് പപ്പടം കാച്ചിയെടുക്കാം. സാദാ ചോറും പപ്പടം കാച്ചിയതും മോര് കറിയും പച്ചക്കായ ഉപ്പേരിയും ബീഫ് വരട്ടുമാണ് ഇന്നത്തെ ഫുഡ്. നമുക്കിനി ബീഫ് നല്ല വലിയ ഉള്ളി, 1 വലിയ ഉള്ളി എടുത്തിട്ട് നന്നായി മൂപ്പിച്ച് അതിലിട്ട് നന്നായിട്ട് വരട്ടിയെടുക്കണം. അങ്ങനെ ഞാൻ വെളിച്ചെണ്ണയിലാണ് പപ്പടം കാച്ചിയത്. അപ്പോൾ ആ പപ്പടം കാച്ചിയ വെളിച്ചെണ്ണയിൽ തന്നെ നമുക്ക് നല്ലൊരു വലിയ സവാള ഇട്ടിട്ട് നല്ലോണം വഴറ്റിയെടുക്കാം. സവാള നല്ലോണം വഴന്ന് വരുമ്പോൾ ഇതിലേക്ക് പച്ചമുളകും കറിവേപ്പില ഇട്ടിട്ട് നന്നായി യോജിപ്പിച്ച് നല്ലോണം വഴന്നതിന് ശേഷം നമ്മൾ വേവിച്ച് വെച്ച ബീഫ് ഇതിലിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. അങ്ങനെ നമ്മളിതിൽ പച്ചമുളകും കറിവേപ്പിലൊക്കെ ഇട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുകയാണ്. ഇതിങ്ങനെ കളറ് മാറി ഒരു ബ്രൗൺ കളറായി വരുന്ന സമയം നമ്മൾ വേവിച്ച് വെച്ച ബീഫ് ഇതിലിട്ട് കൊടുക്കും. നല്ലോണം മിക്സ് ചെയ്യാം. നമ്മൾ ബീഫിൽ തക്കാളി ഒന്നും ഇട്ടിട്ടില്ല. നമ്മളിത് വലിയ ഉള്ളിയിലാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഇതാണ് നമ്മൾ വേവിച്ച് വെച്ച ബീഫ്. ഇത് നല്ലോണം വെന്ത് ഇതിലെ വെള്ളമൊക്കെ വറ്റി നല്ല പൊരിച്ച മാതിരി ആയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ വാടി വന്ന ഉള്ളിയിലേക്ക് വേവിച്ച് വെച്ച ബീഫിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഈ ഉള്ളിയിൽ പച്ചമുളകും കറിവേപ്പിലയും ഒക്കെ ഉള്ളതുകൊണ്ട് അതിൻ്റെയൊക്കെ ടേസ്റ്റ് ബീഫിലേക്ക് കിട്ടുന്നത് വരെ നന്നായിട്ട് മിക്സ് ചെയ്ത് നല്ലോണം ഇളക്കി യോജിപ്പിച്ച് ഒന്ന് അടച്ച് വെച്ച് ഒരു 5 മിനിറ്റ് അടച്ച് വെക്കുക. എന്നിട്ട് നമുക്ക് നമ്മൾ ഊണിൻ്റെ കൂടെ മോര് കറി ബീഫും കൂട്ടി നന്നായിട്ട് വേറെ ഫുഡ് കഴിക്കാം. ബീഫ് ഇങ്ങനെ ചെയ്യുന്നത് നമുക്ക് ചപ്പാത്തി, പൊറോട്ട, ദോശ അതിൻ്റെ കൂടെയൊക്കെ ഉപയോഗിക്കാം കേട്ടോ. ചോറിന് കൂടെ മാത്രമല്ല. ബീഫ് ഇങ്ങനെയൊന്നും ഉണ്ടാക്കി നോക്കാത്തവർ ഒന്ന് ഇങ്ങനെ ഉണ്ടാക്കി നോക്കുക. നിങ്ങളെ കമൻറ്റും അഭിപ്രായങ്ങളും എല്ലാം അറിയിക്കുക. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു. ഇതാണ് എൻ്റെ ഇന്നത്തെ ഫുഡ്. ബീഫ്, പപ്പടം, മോര് കറി. എൻ്റെ ഹസ്ബൻഡ് ചോറ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെയാണ് ഇന്നത്തെ വിഭവങ്ങൾ. ഓക്കേ.